ഇപ്പോൾ BJP നേതാവ് ശ്രീ VV രാജേഷ് ഉണ്ട്. ശ്രീ VV രാജേഷ്, എല്ലാവരും നിങ്ങളുടെയും കൺമുമ്പിലാണ്, ഇത് രാവിലെയും കണ്ടു കാണും. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് കേട്ടോ. നാളെ അവരത് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളും ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളുടെ സംഘടന വരില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, ഞങ്ങൾ ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങളൊന്നും കാണിക്കില്ല. ഇന്നലെ ഈ കാര്യങ്ങൾ അറിഞ്ഞത് മുതൽ തന്നെ നിരന്തരം BJPയുടെ നേതാക്കന്മാർ എല്ലാ പോലീസ് സ്റ്റേഷനിലും സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ഉൾപ്പെടെ അറിയിച്ചിരുന്നു. ആ പ്രദേശത്ത് പോയി ഒരു സംഘർഷം ഉണ്ടാക്കിയില്ല എന്നത് ഒഴിച്ചാൽ എല്ലാവരെയും അറിയിച്ചിരുന്നു. വഞ്ചൂർ പോലീസ് ഉൾപ്പെടെ അറിയിച്ചിരുന്നു. പോലീസുകാരൊക്കെ തന്നെ CPM നേതാക്കന്മാരുടെ പ്രാദേശിക നേതാക്കന്മാരുടെ മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുകയാണ്. അതായത് തിരുവനന്തപുരം സിറ്റിയിലുള്ള ഏറെക്കുറെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അവിടുത്തെ CPM നേതാക്കന്മാരുടെ ഔദാര്യം പറ്റുന്ന SIമാരും CIമാരും AC മാരുമാണ് ഇരിക്കുന്നത്. ഒരു സംശയമില്ല. കാരണം ഇവർക്ക് ഈ AC മാർക്കും CIമാർക്കും ഒക്കെ തന്നെ ചെറിയ ചെറിയ കച്ചവടങ്ങളുണ്ട് സിറ്റിയിൽ. അനധികൃതമായ ഓട്ടോറിക്ഷ ഉള്ളവരുണ്ട്, അതോടൊപ്പം തന്നെ പെട്ടിക്കടകളുള്ളവരുണ്ട്. ഇവർക്കൊക്കെ ഈ സൈഡ് ബിസിനസ് നടത്തണം. പിന്നെ ഇവർ ഉദ്ദേശിക്കുന്ന നല്ല പിരിവ് കിട്ടുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫറും വേണം. അതുകൊണ്ട് ഇവിടുത്തെ ഏരിയ സെക്രട്ടറിമാർ പറയുന്ന അപ്പുറം ഒന്നും നോക്കും. ഇത് ഏത് റോഡ് നോക്കും? ഇത് ഹോളി ഏഞ്ചൽസ് എന്നൊക്കെ ഇറങ്ങി വരുന്ന ആ പ്രദേശത്തുള്ള ഏറ്റവും തിരക്കുള്ള സമയമാണിപ്പം. ഇവർ അത് മാത്രമല്ല, ആ വഞ്ചൂർ ജംഗ്ഷനിൽ ഇവിടെ ഏരിയ സമ്മേളനം നടക്കുന്ന പല സ്ഥലങ്ങളിലും റോഡ് മുഴുവനും കയ്യേറിയാണ് കൊടി കെട്ടുന്നത്, ബോർഡ് വയ്ക്കുന്നതൊക്കെ തന്നെ. ഇത് ജില്ലാ കോടതി, നമ്മുടെ പിന്നെ മജിസ്ട്രേറ്റ് കോടതികൾ വരുന്ന ബിൽഡിങ്ങിന്റെ തൊട്ട് പിറകിലും പോലീസ് സ്റ്റേഷന്റെ മുൻപിലുമായിട്ട്, പോലീസ് സ്റ്റേഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സ്റ്റേജ്. പോലീസുകാർക്ക് ഉൾപ്പെടെ സ്റ്റേഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നാടകം കാണാനുള്ള തരത്തിലാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നാണ് ആ നാടകത്തിന്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകമാണ് ഇവിടെ ഈ സമയത്ത് കളിക്കുന്നത്. പിന്നെ ഏറ്റവും നൊട്ടോറിയസ് ക്രിമിനലുകളെയാണ് CPMന്റെ പല ഏരിയകളിലും ഏരിയ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് അവർ പറയുന്ന ഈ ക്രിമിനലുകൾ പറഞ്ഞാൽ അനുസരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും നൊട്ടോറിയസ് ക്രിമിനലുകളും പാർട്ടിയും ക്രമസമാധാനവും കയ്യേറിയിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ നടു റോഡിൽ മണിക്കൂറുകളെടുത്ത് സ്റ്റേജ് കെട്ടിയതായി ഇന്നിപ്പോ അവരുടെ നേതാക്കന്മാർ മനുഷ്യസ്നേഹം പ്രസംഗിക്കാൻ പോവുകയാണ് ഈ സ്റ്റേജിൽ. ചോര കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് പോയ വ്യക്തി പറഞ്ഞത് നമ്മൾ കേട്ടു. അപ്പോൾ അതൊക്കെ അടച്ചിട്ടിട്ടുള്ള അവിടെ വന്നിട്ട് മനുഷ്യസ്നേഹം പ്രസംഗിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, വാർത്ത ഇതിൽ കാണിച്ചു, വാർത്ത അങ്ങ് പോകും, പരിപാടി നടക്കുമെന്ന്. അല്ലല്ല, അതിലർത്ഥമില്ലെന്ന്. ഇല്ല, നിങ്ങൾ ഈ വാർത്ത കാണിച്ചത് വളരെയധികം ജനങ്ങളുടെ ഇടയിൽ ഈ വിഷയം എത്തുവാനും അവരുടെ ഈ CPMന്റെ ധാർഷ്ട്യം ജനങ്ങൾ കാണുന്ന തരത്തിൽ ഒരു വികാരം ഉണ്ടാകുവാനും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ അവസാനിപ്പിക്കാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് മറുപടി പറയിക്കണം. ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും ഇപ്പോ ഇത്രയും പ്രകടമായിട്ട് ഈ നിയമലംഘനത്തിന് മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ രഹസ്യമായിട്ട് അവർ എന്തെല്ലാം ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ്ടാ ആ കാറും ആ ടെമ്പോയും തമ്മിൽ, ആ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ്സാണ് യെല്ലോ കളറിൽ, അത് തമ്മിൽ ഇപ്പൊ താങ്കൾക്കൊക്കെ അറിയാലോ ആ സ്ഥലം എന്ത് വളരെ റിസ്കി ആയിട്ടാണ് അവർ ഡ്രൈവ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ കൈ അങ്ങനെ പുറത്ത് കാണുക, കൈയും കാലും കാണുകയില്ല. അപ്പോൾ പരസ്യമായിട്ട് ഇത്രത്തോളം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വഴിവിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇവർ രഹസ്യമായിട്ട് എന്തുമാത്രം കാര്യങ്ങളിൽ മണിക്കൂറുകൾ കുറച്ചായി ഈ സാഹചര്യം തുടരുന്നു. പോലീസ് ഇപ്പോഴും കൃത്യമായി ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള ശ്രമത്തിൽ മാത്രമാണ്. അതെ, അതായത് ഇവിടുത്തെ ഈ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറിയുടെ ഔദാര്യം പറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അവരുടെ മുമ്പിൽ പോയിട്ട് ഇതെടുത്ത് മാറ്റണം എന്ന് പറയുവാനുള്ള തന്റെ ഇടം ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ജോലി നടത്തും കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ആവും. ശരി, എന്തായാലും